ഇനി ചില സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടൂർ മണ്ഡലത്തിലെ ജനത ഇരു കൈയും നീട്ടി തന്നെ സ്വീകരിച്ചെന്ന് LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ. യുവാക്കളും പ്രായമായവരും ഒരുപോലെ പിന്തുണ നൽകുന്നുണ്ടെന്നും പ്രിജി 24നോട് പറഞ്ഞു. നല്ല ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നും പ്രിജി കണ്ണൻ വ്യക്തമാക്കി. അടൂരിലെ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ പ്രചരണം ഇങ്ങനെ തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. ഏതാണ്ട് ആദ്യ റൗണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രിജിയുടെ ക്യാമ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാടിടങ്ങൾ നമുക്ക് പോകാൻ കഴിഞ്ഞു. കുറച്ചധികം മുൻതൂക്കം കിട്ടിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം എല്ലാവരെയും കണ്ടുകൊണ്ട് പരമാവധി പേരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കണമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ചെറിയൊരു മണ്ഡലമല്ല, ഒരുപാട് ഇടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഫസ്റ്റ് റൗണ്ട് പോയി കഴിയുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം, അവരുടെയൊക്കെ ഒരു ജനമനസ്സ് എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം തോന്നുന്ന രീതിയിലാണ് പ്രതികരണം. എല്ലാവരും വളരെ ആവേശത്തിലാണ്, വളരെ സ്നേഹത്തോടെയാണ് അടൂരിലെ ജനത വരവേറ്റത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഒരു കാര്യം, ഒരു ജെൻസി വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ ഒരു യൂത്ത് ഒരു നേതൃനിരയിലേക്ക് വരട്ടെ, പാർലമെന്റ് രംഗത്തേക്ക് വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ അവസരം കിട്ടാറില്ല. അപ്പോൾ പ്രിജിയെ സംബന്ധിച്ച് പ്രിജി ഒരു യൂത്താണ്, യൂത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ യൂത്തിൻ്റെ ഇടയിലുള്ള പൾസ് എന്താണ്? തീർച്ചയായിട്ടും യുവാക്കളെല്ലാം ആവേശത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും യുവത്വത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള തരത്തിൽ അവരെല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും യുവാക്കൾ കൂടുതലായി ഇത്തരത്തിൽ പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പേരെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം പറഞ്ഞാണ് പ്രചരണ രംഗത്ത് സജീവമാകേണ്ടത്. അപ്പോൾ അടൂരിലെ പ്രധാനപ്പെട്ട പ്രചരണായുധമായിട്ട് രാഷ്ട്രീയം എന്താണ് പ്രധാനമായി പറയുന്നത്? ഇവിടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അടൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമാണ്. വികസനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ UDF-ലും BJP-യിലും അടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. UDF-ൻ്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അവർ ആഭ്യന്തര വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതല്ലെങ്കിൽ LDF-ന് മുൻതൂക്കം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് ജയിച്ചു വരാൻ കഴിയട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ വലിയ ആവേശത്തിലാണ് LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ. അടൂർ മണ്ഡലം LDF CPI നിലനിർത്തും. ഇപ്പോൾ മറ്റ് UDF-ലും NDA-യിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ LDF-ന് അനുകൂലമായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ കൂടിയാണ് CPI ക്യാമ്പുള്ളത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 അടൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.